ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവുവിന്റെ കാര്യം സംസാരിച്ചിട്ട് അരുണിന്റെ അമ്മ ഇറങ്ങി വരികയാണ്. ലക്ഷ്മി അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. രേവതി എങ്ങനെയെങ്കിലും ദേവുവിനെ പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കുകയാണ്. സാരമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന്. അങ്ങനെ നമ്മുടെ അരുണിന്റെ അമ്മ അരുണിന്റെ അടുത്ത് വന്നു. അപ്പോഴത്തേക്കും അരുൺ ചോദിച്ചു, അല്ല എന്തായി, അവരെന്താ പറഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അരുണിന്റെ അമ്മ പറഞ്ഞു, അത് പിന്നെ മോനെ, ഞാൻ അവരെ കിട്ട് സംസാരിച്ചു. ഞാൻ പറയുന്നതൊന്നും അവർ ഉൾക്കൊള്ളുന്നില്ല, അവർക്ക് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഈ കുടുംബം ശരിയാവുമെന്ന് തോന്നുന്നില്ല. എന്താ അമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നത്? സച്ചിയാണ് ഈ കുടുംബത്തിന്റെ എല്ലാം. ഈ കല്യാണത്തിന് സച്ചിക്ക് സമ്മതമല്ല. അതുകൊണ്ട് ഇത് നടക്കാനും വഴിയില്ല. അവര് അങ്ങനെയാ പറയുന്നത്. സച്ചി സമ്മതിക്കാതെ ഈ കല്യാണം നടത്തത്തില്ലെന്ന്. ആര് പറഞ്ഞാലും സച്ചി ഈ കല്യാണത്തിന് സമ്മതിക്കാൻ പോകുന്നില്ല. കേട്ടെടുത്തോളം എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അതുകൊണ്ട് നിന്റെയും ദേവുവിന്റെ കല്യാണം നടക്കത്തില്ല. അത് വിട്ടേക്ക് മോനെ, അത് നമുക്ക് പറ്റിയ കേസല്ലെന്നാ തോന്നുന്നത്. അയ്യോ അമ്മേ, എനിക്ക് എന്റെ ദേവുവിനെ കല്യാണം കഴിക്കാനേ അവന്റെ സമ്മതം ആവശ്യമില്ല. ദേ, ഞാൻ ഇപ്പൊ പറയാ, ആരെതിർത്താലും ഞങ്ങളുടെ കല്യാണം നടന്നിരിക്കും. അത് അത് ദേ ഈ അരുണ പറയുന്നത്. ഈ ജന്മം ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അത് ദേവു ആയിരിക്കും. അമ്മയുടെ മരുമകള് ദേവു ആയിരിക്കും. അമ്മ ഇങ്ങ് വന്നേ, വന്ന് വണ്ടി കയറിക്കേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി നമ്മുടെ അരുണിന്റെ അമ്മേനെ വിളിച്ച് വണ്ടിയിൽ കയറ്റിട്ട് വണ്ടി എടുത്തോണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അരുണിന് അത്രയ്ക്ക് ദേഷ്യമായി പോയി. ദേവുവിനെ തന്നെ കല്യാണം കഴിക്കത്തുള്ളൂ എന്നുള്ളൊരു വാശിയായി പോയി കേട്ടോ അരുണിന് വാശി മാത്രമല്ല, ഒരു സ്നേഹം ഉണ്ടല്ലോ നമ്മുടെ ദേവുവിനോട്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിനാണ്. അപ്പം സച്ചി ഇങ്ങനെ ടാക്സി സ്റ്റാൻഡിലാണ് ഉള്ളത്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ രേവതി വരികയാണ്. സോറി, രേവതി അല്ല, ദേവ് വരികയാണ് കേട്ടോ നമ്മുടെ സച്ചിനെ കാണാനായിട്ട്. അപ്പം സച്ചി പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ദേവ് വരുന്നു. ദേവ് വന്നതും സച്ചി ഓടി ചെന്നിട്ട്, മോളെ ദേവു, നീ എന്താ ഇവിടെ? അത് പിന്നെ എനിക്ക് സച്ചിയേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അതിനാ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. സംസാരിക്കാനോ? എന്ത് സംസാരിക്കാന്? അതിന് എന്നെ വിളിക്കായിരുന്നെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നല്ലോ. അതിന് നീ എന്തിന് ഇത്ര റിസ്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നത്? അതൊക്കെ പോട്ടെ, നീ എന്താ വന്നത് അത് പറ. അത് പിന്നെ ഞാൻ പറയാം, പക്ഷേ സച്ചേട്ടൻ എന്നോട് ദേഷ്യപ്പെടരുത്. ഓ, അപ്പം ദേഷ്യം വരുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. സച്ചേട്ടൻ ശരിക്കും നല്ലൊരു മനുഷ്യനൊക്കെയാ, അതെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെന്താ പിന്നെന്താ പ്രശ്നം നിനക്ക്? ഞാൻ നല്ലവനായതാണോ ഇപ്പൊ പ്രശ്നം? അത് പിന്നെ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കും എന്റെ കുടുംബത്തിന് നല്ലത് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടൊക്കെ തന്നെയാണ്. അതൊക്കെ എനിക്ക് മനസ്സിലാവും. മനസ്സിലായാ നിനക്ക് നല്ലത് എന്ന് നമ്മുടെ സച്ചിയും പറഞ്ഞു. അപ്പോഴത്തേക്കും ദേവ് പറഞ്ഞു, അത് പിന്നെ അരുണേട്ടനും ഒരു നല്ല മനുഷ്യൻ തന്നെയാ. മോശമായ ഒരാളെ ഞാൻ എൻ്റെ ലൈഫിന്റെ ഭാഗമാക്കാൻ വേണ്ടി നോക്കുവോ? അദ്ദേഹത്തെ പോലെ തന്നെയാ അദ്ദേഹത്തിന്റെ അമ്മയും. നല്ലൊരു അമ്മയാ, അവർ നല്ലൊരു കുടുംബമാ. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അരുണേട്ടന് ഒരു മുൻകോപമൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാ. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ പോലീസുകാർക്കിടയിൽ ഇങ്ങനെയൊക്കെ സ്വാഭാവികമാ. സച്ചേട്ടാ, ഞാൻ പറയുന്നത് സച്ചേട്ടനൊന്ന് മനസ്സിലാക്കണം. ദേ, ഞങ്ങളുടെ അച്ഛൻ നോക്കിയതുപോലെയല്ലേ ഇപ്പം സച്ചേട്ടൻ ഞങ്ങളെ നോക്കുന്നത്. ആ ഒരു ബഹുമാനം എപ്പോഴും എനിക്ക് സച്ചേട്ടനോടുണ്ട്. അതുകൊണ്ടാ ഞാനിപ്പം സച്ചേട്ടൻ്റെ അടുത്ത് വന്നതും ഇതൊക്കെ സംസാരിച്ചതും. അരുണേട്ടന് അങ്ങനെ തന്നെയാന്നേ, നമ്മുടെ കുടുംബത്തിന് ചേർന്ന ആളാ. പാവ, നമ്മുടെ കുടുംബത്തിൽ എത്തിയാല് അമ്മേനെയും ചരിത്തിനെയൊക്കെ നല്ലതുപോലെ നോക്കും. സച്ചേട്ടനെ പോലെ നല്ലൊരാളാ. ദേ ദേവു, ഞാൻ മോശക്കാരനാണെന്ന് നീ വേണേ പറഞ്ഞോ, പക്ഷേ അവൻ നല്ലവനാണെന്ന് പറയരുത്. സച്ചേട്ടൻ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഓ, അപ്പൊ നീ എന്തോ തീരുമാനിച്ചുറപ്പിച്ച് വന്നാണെന്ന് എനിക്ക് മനസ്സിലായി. സച്ചേട്ട, അദ്ദേഹത്തെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാ. നിനക്ക് ഒരാളോട് പ്രണയം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആര് പറഞ്ഞാലും മാറ്റാൻ പറ്റത്തില്ല. മോശക്കാരനാന്ന് പറഞ്ഞാലും നിന്റെ തലേ കയറത്തില്ല. ദേ, നല്ലവനല്ല അവൻ, എത്ര വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞ് തെളിവുകൾ നിരത്തിയാൽ പോലും നീ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതൊന്നും അല്ല സച്ചേട്ടാ. ദേ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഈ മരം ചുറ്റി പ്രേമൊന്നും അല്ല. അയാളെ കണ്ട് മനസ്സിലാക്കി ഞാൻ സംസാരിച്ച് കുറെ ഞങ്ങള് ഇടപെട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് നല്ലൊരു മനുഷ്യനാണ്, നമുക്ക് കല്യാണം കഴിക്കണമെന്നും ഒക്കെ തോന്നിയത്. അതുകൊണ്ട് ഒരിക്കലും എടുത്തു ചാടി എടുത്തൊരു തീരുമാനമല്ല. മനസ്സറിഞ്ഞ് സച്ചേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിക്കണം. എന്റെ എന്റെ ഈ ഒരു കാര്യം സച്ചേട്ടനോടല്ലാതെ എനിക്ക് വേറെ ആരോടും പറയാനില്ല. പിന്നെ ഇന്ന് അരുണേട്ടന്റെ അമ്മയും വീട്ടിൽ വന്നായിരുന്നു. ഓഹോ,
അപ്പം രണ്ട് വീട്ടുകാരും കൂടി ചേർന്നിട്ട് കല്യാണം അങ്ങ് ഉറപ്പിച്ചോ? ഏയ് ഇല്ലില്ല. ദേ അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ എന്റെ അമ്മ അവരോട് പെരുമാറിയത് എങ്ങനെയാണെന്ന് സച്ചേട്ടനോട് ഞാൻ പറയാം. അവരോട് പറഞ്ഞത് വേറൊന്നുമല്ല. സച്ചേട്ടൻ അറിയാതെ അല്ലെങ്കിൽ സച്ചേട്ടൻ സമ്മതിക്കാതെ വിവാഹം നടത്തില്ല എന്ന് തന്നെയാണ്. ഓഹോ, അപ്പം അവര് വന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ? അതെ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അമ്മ പറഞ്ഞു സച്ചേട്ടനോട് ചോദിക്കാതെ ഒരു അഭിപ്രായം പറയില്ല, സച്ചേട്ടൻ സമ്മതിക്കാതെ കല്യാണം നടത്തില്ല എന്ന്. രേവതി ചേച്ചിയും ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ രേവതി ഉണ്ടായിരുന്നോ? ഓ, കൊള്ളാം. ദേവു, ഞാൻ നിന്നെ കാണുന്നത് എന്റെ ഭാര്യയുടെ അനീതിയായിട്ടൊന്നുമല്ല, എന്റെ കൊച്ചനീതിയായിട്ട് തന്നെയാ. നീ പറഞ്ഞല്ലോ അവന് നീ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. പക്ഷെ നീ അവനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഇങ്ങനെ ആലോചിക്കാതെ തീരുമാനമെടുത്ത് കല്യാണം കഴിക്കുന്നത് കൊണ്ടാണ് നിന്നെ പോലെയുള്ള പെൺകുട്ടികൾക്ക് കോടതി കയറി ഇറങ്ങേണ്ടി വരുന്നത്. ഇപ്പൊ നല്ലവനായിട്ട് അഭിനയിക്കും, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവമാരുടെ തനി സ്വഭാവം അല്ലെങ്കിൽ തനി സ്വരൂപം പുറത്തു വരും. എത്ര എത്ര അനുഭവങ്ങളാ പത്രത്തിലും ടിവിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ കാണുന്നത്. നീ കാണുന്നില്ലേ ദേവു? ഇവന്മാരെ പോലെയുള്ള ശാരീരികവും മാനസികവുമായ പീഡനം സഹിക്കു വയ്യാതെ എത്ര എത്ര പെൺകുട്ടികളാ ഒരു തുണ്ട് കയറിലോ വിഷത്തിലോ ഒക്കെയോ ജീവിതം അവസാനിച്ചു പോകുന്നത്. അങ്ങനെ അവസാനിപ്പിക്കാനുള്ളതല്ല എന്റെ മോളെ ദേവു നിന്റെ ജീവിതം. അങ്ങനെ എന്റെ അനിയത്തിക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അവനെ എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാ ഈ കല്യാണത്തിന് ഞാൻ എതിർക്കുന്നത്, അല്ലാതെ അവനോടുള്ള വൈരാഗ്യം കൊണ്ടൊന്നും അല്ല. അത് സച്ചേട്ടൻ, എനിക്ക് സച്ചേട്ടന്റെ മാനസികാവസ്ഥ മനസ്സിലാകും. എന്നോടുള്ള സ്നേഹം കൊണ്ടാ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ അരുണേട്ടൻ സച്ചേട്ടൻ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. ഞാൻ പറഞ്ഞല്ലോ സച്ചേട്ടാ, അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന സച്ചേട്ടൻ. ഓ, അവന്റെ ശരിക്കുള്ള സ്വഭാവം നിന്റെ മുമ്പിലെ മറച്ചു വെച്ചിരിക്കുക. അവന്റെ അഭിനയത്തിൽ നീ വീണു. അവൻ നല്ലവനല്ല. അവന്റെ കൂടെ നിനക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റത്തില്ല. അത് വെറും വാക്കല്ല, ഞാൻ വെറുതെ പറയുന്നതല്ല മോളെ. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം, കുടുംബം ഉണ്ടാകണം. ആ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിന്നോട് ഇതൊക്കെ പറയുന്നത്. അത് പിന്നെ സച്ചേട്ടാ, നീ ഇനി ഒന്നും പറയണ്ട. നിനക്ക് ചേർന്ന നല്ലൊരു ചെറുക്കനെ ഞാൻ കണ്ടെത്തി ആ ചെറുക്കനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കും. അമ്മ പറഞ്ഞില്ലേ സച്ചേട്ടന്റെ സമ്മതം ഇല്ലാത്ത വിവാഹം നടത്തില്ല എന്ന്. അവർക്ക് പ്രായമുള്ളവരാ, അവർക്കൊക്കെ കുറെ അനുഭവങ്ങളൊക്കെ അറിയാം. അതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ പറയുന്നത്. നിനക്ക് ചേർന്ന് നല്ലൊരു ചെക്കനെ കണ്ടെത്തി ഞങ്ങള് നിന്റെ വിവാഹം നടത്തി തരും. അതും നല്ല രീതിയിൽ തന്നെ. നിന്റെ നല്ലതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും ഞങ്ങള്. അതുകൊണ്ട് മോളെ, നീ മനസ്സിലുള്ള സംഭവം വിട്ടുകളഞ്ഞേരെ. ആദ്യം ചെറിയ വിഷമമൊക്കെ കാണുമായിരിക്കും, അതൊക്കെ പിന്നെ പിന്നെ പതിയെ പതിയെ ശരിയായിക്കോളും. ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, ദേവു ചെല്ലാൻ നോക്കാൻ പറഞ്ഞ് നമ്മുടെ ദേവുവിനെ പറഞ്ഞു വിടുവാണ് കേട്ടോ. ഏതായാലും അമ്പിലും വില്ലിലും അടുക്കുന്നില്ല നമ്മുടെ സച്ചി. ഏതായാലും സച്ചി പറഞ്ഞു, മോളെ നീ കേറ്, ഞാന് നിന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവുവിന് ദേഷ്യം വന്നിട്ട് ദേവു പറഞ്ഞു, ഇല്ല ഞാൻ തന്നെ പൊക്കോളാം, വന്നതല്ലേ ഞാൻ തന്നെ, എനിക്കറിയാം ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് തന്നെയാണ് ദേവു അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. എത്ര പറഞ്ഞിട്ടും നമ്മുടെ സച്ചിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ സച്ചി പറയുന്നത് ദേവുവിന് മനസ്സിലാവുന്നില്ല. ആ ഒരു അവസ്ഥയാണ്. ദേവുവിന് ഇപ്പം അരുണുമായിട്ടുള്ള ആ ഒരു പ്രണയബന്ധം ഉണ്ടല്ലോ, അപ്പം അത് തലക്ക് പിടിച്ചിരിക്കുകയാണ്. ഇനി അരുണിന്റെ സ്വഭാവം എന്താണ് ഏതാ ക്ലിയർ ആയിട്ട് നമുക്കും അറിയത്തില്ലല്ലോ. ഏതായാലും എല്ലാവർക്കും പേടിയുള്ളതുപോലെ സച്ചിക്ക് ഒരു ചെറിയ പേടി, അത് തന്നെ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുണിനെ തന്നെയാണ് കേട്ടോ. അപ്പം അരുണാണെങ്കിൽ ഭയങ്കര വാശി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അരുൺ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതി വരികയാണ് കേട്ടോ. അപ്പൊ രേവതിനെ കാത്തു നിൽക്കുകയായിരുന്നെന്ന് തോന്നുന്നു അരുണ്. അപ്പൊ രേവതിനെ കണ്ടത് നമ്മുടെ അരുൺ എന്ത് ചെയ്തു, രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. രേവതി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ്. അപ്പൊ നമ്മുടെ രേവതിയാണെങ്കിൽ അമ്പലത്തിലൊക്കെ പോയിട്ട് അങ്ങോട്ടൊക്കെ വന്നതായിരുന്നു. അപ്പൊ മനഃപൂർവ്വം നമ്മുടെ അരുൺ കാത്തു നിന്ന് രേവതിയായിട്ട് സംസാരിക്കാൻ വേണ്ടി. അങ്ങനെ അരുൺ ചെന്നപ്പോഴത്തേക്കും എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അരുൺ പറഞ്ഞു, അത് പിന്നെ ചേച്ചി, ഞാൻ ചേച്ചിനെ ഒന്ന് കാണാൻ വന്നത്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ രേവതി ചോദിച്ചു, എന്ത് സംസാരിക്കാന്? അത് പിന്നെ എന്നെ കുറിച്ച് എന്തൊക്കെയോ നിങ്ങളുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന പോലെ ഒരാളല്ല ഞാന്. എനിക്ക് ദേവുവിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്, ജീവനാണ്. എന്നെയും അവക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അറിയാലോ. അതുകൊണ്ട് ഞാൻ പറയുക, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ചും ദേവു എന്നും പറയാറുണ്ട്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും, കല്യാണം പെട്ടെന്ന് നടത്തി തരും എന്നൊക്കെയാണ് അവള് പറഞ്ഞപ്പോ ഞാൻ കരുതിയത്. പക്ഷെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതിന് ശേഷം നിർത്തരുമോ അരുൺ? ദേവു ഇഷ്ടപ്പെട്ട ചെറുക്കനുമായിട്ടുള്ള ഒരു കല്യാണം അത് പെട്ടെന്ന് നടത്തണമെന്ന് തന്നെ ആയിരുന്നു ഞങ്ങളുടെയും ആഗ്രഹം. പക്ഷെ അവൾ ഇഷ്ടപ്പെടുന്ന ചെറുക്കൻ നിങ്ങളാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ. ക്ഷേത്രത്തിൽ വെച്ച് നിങ്ങളെ കണ്ടപ്പോഴാ അതൊക്കെ സച്ചേട്ടനും ഞാനും മനസ്സിലാക്കിയത്. അത് പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് കരുതുന്ന പോലെ ഞാൻ അത്രയ്ക്ക് മോശപ്പെട്ട ആളൊന്നും അല്ല. ഞാൻ ആദ്യമായിട്ട് ഒരു പെണ്ണുമായിട്ട് പ്രണയത്തിൽ തന്നെ ആവുന്നത്. അത് ദേവു ആയിപ്പോയി നിർഭാഗ്യവശാൽ.
എൻ്റെ ഭാര്യയായിട്ട് അവള് തന്നെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കല്യാണമേ കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ച ആളായിരുന്നു ഞാൻ. ദേവുവിനെ കണ്ടതോടെയാ എന്റെ തീരുമാനം ഞാൻ മാറ്റിയത്. കല്യാണം ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞവളാ ദേവു. അവള് പെട്ടെന്ന് ആ തീരുമാനം മാറ്റിയത് നിങ്ങളെ കാരണമാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് പിന്നെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു കാഴ്ചപ്പാടുണ്ട് ചേച്ചി. പരസ്പരം മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് അവളെ വിവാഹം കഴിപ്പിച്ച് തരണം. ഞാൻ അവളെ നന്നായിട്ട് നോക്കിക്കോളാം, പൊന്നുപോലെ നോക്കിക്കോളാം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, മറ്റു ബന്ധുക്കൾ ആരുമില്ല എനിക്ക്. എനിക്കൊരു ഭാര്യ മാത്രമല്ലേ ഞാൻ അന്വേഷിച്ചത്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു മരുമകളും മകളും ഒക്കെ ആയിട്ട് ദേവു വരുമെന്ന് എനിക്കറിയാം. അവള് നല്ലൊരു മകളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലുപരി എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ദേവുവിന്റെ ജീവിതം. അത് അത് ഞങ്ങൾ ഒരിക്കലും കൊണ്ട് തൊലച്ച് കളയില്ല. അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാവുന്നത് ദേവു ആദ്യമേ പറയുന്നതാ, ഞങ്ങളുടെ രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടിയ വിവാഹം നടത്താൻ അവൾ സമ്മതിക്കത്തുള്ളൂ എന്നാ. അത് തന്നെ എനിക്കും പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോ രേവതി പറഞ്ഞു, അവൾ അങ്ങനെയാണ്, അവൾ അവളുടെ കുടുംബത്തെ മറന്നിട്ട് ഒന്നും ചെയ്യില്ല അരുൺ. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ കല്യാണത്തിന് പ്രധാനമായിട്ട് തടസ്സം നിൽക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ആണല്ലോ. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഇപ്പൊ അദ്ദേഹം എന്നോട് പക വീട്ടുക. നിങ്ങൾക്ക് തെറ്റിപ്പോയി. അദ്ദേഹം നല്ല മനുഷ്യനാ, നിങ്ങൾ കരുതുന്നത് പോലെ അല്ല അരുൺ. അദ്ദേഹം കല്യാണത്തിന് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് പറയാൻ ചില കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാ ഈ പറയുന്നത്. നിങ്ങൾക്ക് വാശിയില്ലേ? നിങ്ങൾക്ക് വാശിയില്ലെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്കും അദ്ദേഹത്തോട് ഒരുപാട് പകയും ദേഷ്യവും ഒക്കെ ഉണ്ട്. നിങ്ങൾ കാറിടിച്ച് കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ അകത്താക്കാൻ നോക്കിയില്ലേ? അത് സത്യമായ കേസല്ലല്ലോ. അദ്ദേഹത്തിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് ഞങ്ങളുടെ വരുമാനം നിർത്താനല്ലേ നിങ്ങൾ നോക്കിയത്. ഇങ്ങനെ ഒരാൾ നല്ലവനാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? സ്വന്തം സഹോദരിയെ കെട്ടിച്ചു കൊടുക്കാനായിട്ട് മനസ്സ് വരുവോ അങ്ങനെ ഒരാൾക്ക്? അതാ എന്റെ സച്ചേട്ടൻ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. അരുണെ, നിങ്ങൾ നല്ലവരും അദ്ദേഹം മോശമാണെന്ന് പറയരുത്. നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. ദേവുവിന് നിങ്ങളെ ഇഷ്ടമാ, നിങ്ങളെ കല്യാണം കഴിക്കാൻ ദേവു ആഗ്രഹിക്കുന്നൊക്കെയുണ്ട്. അവളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ ഈ കല്യാണത്തിന് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ മേന്മ കണ്ടിട്ടോ നിങ്ങളുടെ ഗുണങ്ങൾ കണ്ടിട്ടോ ഒന്നും അല്ല അരുൺ ഞാൻ എൻ്റെ ഭർത്താവിനെ ധിക്കരിച്ച് ഈ കല്യാണത്തിന് സപ്പോർട്ട് ചെയ്യുന്നത്. അത് പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി കല്യാണം കഴിക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. എല്ലാവരും ഞങ്ങളുടെ കൂടെ വേണം. എതിർക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് പറയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഇനിയിപ്പം ആര് കൂടെ ഇല്ലെങ്കിലും ഞാൻ ദേവിനെ കല്യാണം കഴിച്ചിരിക്കും. ഞങ്ങളുടെ വിവാഹം നടക്കും. അത് ഞാൻ തീരുമാനിച്ചത് തന്നെയാ. അതിപ്പം ഈ പറയുന്ന സച്ചിക്ക് വാശിയുള്ളതുപോലെ എനിക്കൊരു വാശിയുണ്ടെന്ന് കൂട്ടിക്കോ. എല്ലാവരും കൂടി നടത്തി തന്നാൽ അത്രയും നല്ലത്. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സംഭവം ചിലപ്പം വളരെ വൾഗറാകും, സംഭവം ചിലപ്പോൾ മോശമാകും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അരുൺ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവാണ്. അതായത് നമ്മുടെ ദേവുനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് അങ്ങ് പോകുന്നാണ് പറയുന്നത്, ആരുടെയും സമ്മതം ഇല്ലാതെ. അപ്പം ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്കല്ല രേവതിക്ക് ഒരു ചെറിയ പേടിയൊക്കെ ആയി തുടങ്ങി കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷേനെ ശ്രീകാന്തിനെയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയുന്നത്, പ്രിയെ വിളിച്ചായിരുന്നു, നാളെ ഞാൻ ജോലിക്ക് കയറാൻ പോവുകയാണ്, അവൾ എന്നെ വിളിച്ചു ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്നിട്ട് നീ ചെല്ലാന്ന് പറഞ്ഞോ? ചെല്ലാന്ന് പറഞ്ഞു. നിന്നോട് അവിടെ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ ശ്രീകാന്തെ, നീ എന്താ ഇങ്ങനെ? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിന്നെ അവള് വെറും ഒരു ചുമ്മാ എന്താ പറയുക, ഒരു നല്ലൊരു സ്റ്റാഫായിട്ടൊന്നും അല്ല കാണുന്നത്, നിന്നെ ഒരു അടിമയായിട്ടാ കാണുന്നത്. ഞാൻ ആരുടെയും അടിമയൊന്നും അല്ല. ഞാൻ അടിമയായിട്ട് അവിടെ നിൽക്കില്ല. ഒരു ബഹുമാനം എനിക്ക് തരുന്നുണ്ട് അവള്. പിന്നെ അവള് ബഹുമാനം തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൾ അങ്ങനെ സംസാരിക്കായിരുന്നോ? നീ അവിടെ ജോലിക്ക് കേറിയില്ലെങ്കിൽ പ്രശ്നമല്ല, റെസ്റ്റോറന്റ് മുന്നോട്ടേക്ക് പോകുന്നല്ലേ അവള് പറയുന്നത്. പിന്നെ എന്തിനാ നിന്നെ അവള് വിളിക്കുന്നത്? ഇനി നീ അവളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഓഹോ, അപ്പൊ വർക്കിന് പോകാതെ ഞാൻ 365 ദിവസം ഇവിടെ ഇരിക്കണം? എന്ത് പറഞ്ഞാലും ശരി, ഇവളെ പോലെയുള്ളൊരു ആളുടെ കീഴില് നമുക്ക് വർക്ക് ചെയ്യേണ്ട, നമുക്ക് സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങാം. നിനക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ. പ്ലാനൊക്കെ ഉണ്ട്, അതൊന്നും പെട്ടെന്ന് നടക്കത്തില്ല. പക്ഷെ നമ്മൾ വിചാരിച്ച പെട്ടെന്ന് തന്നെ നടക്കും ശ്രീകാന്ത്. എങ്ങനെ നടക്കുന്ന നീ പറയുന്നത്? റെസ്റ്റോറന്റ് തുടങ്ങാൻ ചെറിയ ക്യാഷ് ഒന്നും പോരാ. അതിനുള്ള ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടോ? ക്യാഷിന്റെ കാര്യത്തില് ശ്രീകാന്ത് പേടിക്കണ്ട, അതൊക്കെ സംഘടിപ്പിക്കാം. നിന്റെ അച്ഛനോട് ക്യാഷ് മേടിക്കാനാണോ പ്ലാൻ? അതോ ഇനി നീ കടം മേടിക്കുവോ? അതൊന്നും നീ അറിയണ്ട. നിനക്ക് പൈസ കിട്ടിയാ പോരെ. ശ്രീകാന്തിന്റെ കയ്യിലെ കുറച്ച് ക്യാഷ് ഉണ്ടോ? ബാക്കി ഞാൻ സംഘടിപ്പിച്ചോളാം. നീ എന്തിനാ ഇത്ര തിടുക്കം കാണിക്കുന്നത്? ക്യാഷ് നമ്മുടെ കയ്യിൽ വന്നിട്ട് തുടങ്ങിയാ പോരെ.
പോരാ പോരാ പോരാ, പെട്ടെന്ന് തന്നെ തുടങ്ങണം. നീ ആദ്യം നമ്മളെ കുഞ്ഞിന്റെ കാര്യം നോക്കാം, അത് കഴിഞ്ഞ് നമുക്ക് റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങാം. ഓ പിന്നെ കുഞ്ഞിന്റെ കാര്യമാണല്ലോ മുഖ്യം. അതെന്താ കുഞ്ഞിന്റെ കാര്യം മുഖ്യമല്ലേ? പക്ഷെ ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനും വന്നു. രവീന്ദ്രൻ ചോദിച്ചു, എന്താ മോളെ പ്രശ്നം? അത് പിന്നെ അങ്കിളെ, ഇവന് എത്ര കാലം മറ്റുള്ളവരുടെ കീഴിൽ ഇങ്ങനെ ജോലി ചെയ്യും, സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങാന്ന് പറഞ്ഞപ്പോ ഇവൻ നടക്കില്ലെന്നാ പറയുന്നത്. അത് പിന്നെ ഹോട്ടലൊക്കെ തുടങ്ങാൻ നല്ല പൈസ വേണ്ടേ, അതായിരിക്കും ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ അതെ അച്ഛാ, ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ വർഷ പറഞ്ഞു, ക്യാഷ് ഒരു വിഷയമല്ല, ഞാൻ സംഘടിപ്പിച്ചോളാന്ന് പറഞ്ഞതാ. അപ്പം നമ്മുടെ ചന്ദ്ര ചോദിച്ചു, എന്നാ പിന്നെന്താ, എത്രയും പെട്ടെന്ന് വൈകിപ്പിക്കണ്ട. പക്ഷേ ഇവന്റെ അച്ഛന്റെ സ്വഭാവം കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. അഭിമാനത്തിന് മുകളിൽ ഒന്നുമില്ല. ഈ അഭിമാനം വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല മോളെ. നീ തന്നെ മുൻകൈ എടുത്ത് തുടങ്ങിക്കോ, പതിയെ അവൻ നിന്റെ കൂടെ കൂടിക്കോളും. അതെനിക്കറിയാം, നീ പതുക്കെ എല്ലാ കാര്യവും സെറ്റ് ആക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയി കേട്ടോ. ശ്രീകാന്തിന് കലി വന്നു. ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ സമ്മതിക്കത്തില്ല എന്ന്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എടുത്തു ചാടി ഞാനൊന്നും ചെയ്യാറില്ല, അതുപോലെ തന്നെ ശ്രീകാന്തും. ഈ കാര്യത്തിൽ ഞാനൊന്നും പറയുന്നില്ല മക്കളെ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക, ആലോചിക്കുക. നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ ഭാവിയാണ്, അതൊക്കെ നിങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ നമ്മുടെ രവീന്ദ്രനും. അപ്പം നമ്മുടെ വർഷ പറഞ്ഞു, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി പ്രിയയുടെ റെസ്റ്റോറന്റില് പോവത്തില്ല ശ്രീകാന്ത്. നമ്മൾ എത്രയും പെട്ടെന്ന് സ്വന്തമായിട്ട് തന്നെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങും. നിനക്ക് മുതലാളി കുപ്പായം വേണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാ, നീ അവിടുത്തെ ഷെഫ് ആയിക്കോ. മുന്നോട്ട് വെച്ച കാലിനി വർഷ പിന്നോട്ട് വെക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് വർഷ അകത്തേക്ക് കയറി പോയി കേട്ടോ. അപ്പൊ വർഷ പറയുന്നത്, പ്രിയയുടെ റെസ്റ്റോറന്റിൽ ഇനി പോകണ്ട, ഇനിയിപ്പം പുതിയ റെസ്റ്റോറന്റ് തുടങ്ങാന്ന് തന്നെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാണ് വർഷ. ശ്രീകാന്തിനാണ് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിനാണ്. സച്ചി ആകെ കട്ടക്കലിപ്പിലാണ് കേട്ടോ. സച്ചിയുടെ കലിപ്പ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിക്കാണെങ്കിൽ രേവതി പോയത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ രേവതി കള്ളം പറഞ്ഞിട്ടാണല്ലോ രാവിലെ ഇറങ്ങി പോയത്, എനിക്ക് കുറച്ച് ഓർഡർ പിടിക്കാനുണ്ട്, ഓർഡർ കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പോയത്. അപ്പൊ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവള് എന്നോട് കള്ളം പറഞ്ഞിട്ട് പോയത് വീട്ടിലേക്ക് തന്നെയാണ്, അതും വീട്ടിലേക്ക് പോകാന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അവൾ ഒഴിവാക്കി വിട്ടു. അതായത് നമ്മുടെ രേവതി ഒഴിവാക്കി വിട്ടു. രേവതി പറഞ്ഞു, നമുക്ക് നാളെ പോയാൽ മതി, ഇപ്പൊ സച്ചി ചെന്നാൽ പ്രശ്നമാകും, സച്ചി എന്നാൽ സമ്മതിക്കില്ല എന്നൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, നമ്മുടെ രേവതി അത് ഒഴിവാക്കി വിട്ടത്. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് ഓർത്തിട്ട് ഭയങ്കരമായിട്ടും ദേഷ്യം വരുക. സച്ചിനെ പറ്റിക്കുന്ന ഒരു മട്ടാണല്ലോ. അപ്പം സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാം. ഈ ഒരു സമയത്താണ് രേവതി വീട്ടിലേക്ക് വന്നത് കേട്ടോ, നമ്മുടെ ചന്ദ്രോദയത്തേക്ക് വന്നത്. അപ്പൊ ചന്ദ്രോദയത്തേക്ക് രേവതി വന്നതും നമ്മുടെ സച്ചി ഈ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ രേവതിനെ, ദേഷ്യപ്പെട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പൊ സച്ചി ഇങ്ങനെ ചോദിച്ചു, അല്ല സച്ചിയുടെ രേവതി ചോദിച്ചു, എന്താ സച്ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അത് പിന്നെ നീ എന്താ വൈകിയത്, നീ എവിടെ പോയതാ? അത് ഞാന് നിന്നോടാ ചോദിച്ചത്, നീ പറഞ്ഞോ, രാവിലെ നീ വീട്ടിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ നീ പോകുന്നില്ല, തിരക്കാണ്, ആർക്കൊക്കെയോ പൂ കൊടുക്കാനുണ്ട് അത്ര, അങ്ങനെയൊക്കെ നീ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയതല്ലേ. ഈ സമയം വരെ നീ പൂ വിൽക്കുമായിരുന്നു, അതാ എനിക്ക് അറിയാനുള്ളത്. വീട്ടിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നീ വീട്ടിൽ പോയിരിക്കല്ലായിരുന്നോ? കള്ളം പറയാൻ തുടങ്ങിയില്ലേ നീ എന്നോട്? അത് പിന്നെ സച്ചേട്ട, അരുണിന്റെ അമ്മയും വീട്ടിൽ വരുന്നുണ്ട്, ഞാൻ ആ സമയത്ത് വീട്ടിൽ വേണോ എന്ന് ദേവ് വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പോയത്. ഓ, നീ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവള് നിന്നെ വിളിച്ചിരുന്നോ, അതോ പോയതിനു ശേഷമാണോ അവള് വിളിച്ചത്? അത് പിന്നെ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ സച്ചേട്ടാ വിളിച്ചത്. പറഞ്ഞാല് സച്ചേട്ടൻ ദേഷ്യപ്പെടുന്ന് കരുതിയിട്ടാ ഞാൻ പറയാത്തത്, അല്ലാതെ നുണ പറഞ്ഞതല്ല. ഓ, ദേവു ടാക്സി സ്റ്റാൻഡിൽ വന്ന് എന്നെ കണ്ടിരുന്നു, അവളെല്ലാം എന്നോട് പറഞ്ഞിരുന്നു. അവൾ അവിടെ വന്നോ? അവൾ അവിടെ വന്നിട്ട് എന്ത് പറഞ്ഞു? പോലീസുകാരനും അവന്റെ അമ്മയും വീട്ടിൽ വന്നെന്നും ആ സമയത്ത് നീ അവിടെ പോയതും അവളാ എന്നോട് പറഞ്ഞത്. അത് മാത്രല്ല, അവള് എന്നോട് പറഞ്ഞു, അവള് അവര് പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചിയുടെ സമ്മതം ഇല്ലാതെ കല്യാണം നടത്തില്ല എന്ന് അമ്മ പറഞ്ഞെന്നും, അതുപോലെ ദേവു ഈ കല്യാണം എങ്ങനെയെങ്കിലും നടത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും ഒക്കെ അവൾ എന്നോട് പറഞ്ഞു. അവൾ എന്നോട് സത്യം മാത്രമേ പറഞ്ഞു. പക്ഷെ നീ എന്നോട് എന്താ പറഞ്ഞത്? നീ എന്നോട് കള്ള പറഞ്ഞത്, നീ എന്നോട് മറച്ചു വെച്ചില്ലേ എല്ലാം. അത് പിന്നെ സച്ചേട്ടനോട് എങ്ങനെ പറയാന്, മൂക്കിന് തുമ്പത്തല്ലേ സച്ചേട്ടന്റെ ദേഷ്യം, ഇപ്പൊ തന്നെ കണ്ടില്ലേ? സച്ചേട്ടനോട് പറഞ്ഞിരുന്നെങ്കിലേ നിങ്ങൾ വെറുതെ വീട്ടിൽ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കിയേനെ. ആ സമയത്ത് എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ നോക്കിയതാ. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അരുണ് എന്നെ വന്ന് കണ്ടിരുന്നു സച്ചേട്ടാ. അവൻ എന്തിനാ നിന്നെ വന്ന് കണ്ടത്? നിന്നോട് അവൻ എന്താ വന്ന് പറഞ്ഞത്? അത് പിന്നെ ഈ കല്യാണം നടക്കണം, എല്ലാവരും കൂടി നടത്തരണം, എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ കല്യാണം നടത്തണം എന്നാണ് അവന്റെ ആഗ്രഹം. ഇനിയിപ്പൊ അങ്ങനെ ആരും സമ്മതിച്ചില്ല എങ്കില്
അവര് ഒരുമിച്ച് ജീവിക്കും, അദ്ദേഹം അവളെ കല്യാണം കഴിക്കും, അങ്ങനെ ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ടാ വന്ന് നിൽക്കുന്നതെന്നൊക്കെയാ പറഞ്ഞത്. ഓ, അങ്ങനെ ഒരു തീരുമാനം എടുക്കട്ടെ, ആലോചിച്ചോട്ടെ. പക്ഷെ ഈ കല്യാണം നടക്കത്തില്ല. എന്റെ അനിയത്തി ആ ഫ്രോഡിന് മുന്നിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കില്ല. അത് പിന്നെ ദേവുവിനോട് സച്ചേട്ടൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, അരുൺ നല്ലവനല്ല, അരുൺ നല്ലവനായിട്ട് അഭിനയിക്കുകയാണ്, ഞാൻ നിനക്ക് നല്ലൊരു ചെക്കനെ കണ്ടെത്തി നല്ല രീതിയിൽ തന്നെ കല്യാണം ഈ സച്ചേട്ടൻ നടത്തി തരുന്നു. അതൊക്കെ എന്താ തെറ്റാണോ? അവൾക്ക് പഠിപ്പും ബുദ്ധിയും ഒക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞത് അവൾക്ക് മനസ്സിലായി കാണും. പാവം, അവളെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന സച്ചേട്ട? കഷ്ടമുണ്ട്. അവർ തമ്മിൽ ഇഷ്ടത്തിലാ, പ്രണയത്തിലാ. സച്ചേട്ടൻ മാത്രമാ അരുൺ മോശക്കാരനാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്തൊരു കഷ്ടമായത്. പുള്ളിക്ക് ഒരു കുറവുമില്ല, വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, സൗന്ദര്യമുണ്ട്. പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? നമ്മുടെ ദേവുവിന് ചേർന്ന ചെറുക്കൻ തന്നെയല്ലേ അവന്. അങ്ങനെ നമുക്ക് ചിന്തിച്ചാ പോരെ സച്ചേട്ടാ? അവരുടെ കല്യാണം നടത്തി കൊടുക്കുന്നത് തന്നെ സച്ചേട്ടാ നല്ലത്. അതാ എനിക്ക് തോന്നുന്നത്. രേവതി, ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം, അത് സ്വപ്നത്തിൽ പോലും നടക്കില്ല, വെറുതെയാ. ആ ആഗ്രഹം നീ ഇങ്ങ് മാറ്റി വെച്ചേരെ, ദേവുവിനോട് പറഞ്ഞേരെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ കാത്തിരുന്നാണ് എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ.